യമനിലെ ഹൊദൈദയിൽ ഇസ്രായേൽ വ്യോമാക്രമണം നടത്തിയിരുന്നു. ആക്രമണത്തിന് ഉടൻ തിരിച്ചടിക്കുമെന്നാണ് ഹൂതികളുടെ മുന്നറിയിപ്പ്. മറുപടി ഒഴിവാക്കാനാവാത്തതെന്നാണ് ഹൂതി വക്താവിന്റെ പ്രതികരണം. ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നുണ്ടായതെല്ലാം പ്രതികാരം അർഹിക്കുന്നതാണെന്നും വക്താവ് പറഞ്ഞു. യമനിലെ തുറമുഖമായ ഹൊദൈദയ്ക്ക് സമീപമാണ് ശനിയാഴ്ച ഇസ്രായേലിന്റെ യുദ്ധവിമാനങ്ങൾ ആക്രമണം നടത്തിയത്. ആക്രമണത്തിൽ 9 പേർ കൊല്ലപ്പെട്ടു, 87 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ടെൽ ആവിവിൽ ഒരാൾ കൊല്ലപ്പെട്ട ആക്രമണത്തിന് പിന്നാലെയാണ് ഹൂതി കേന്ദ്രത്തിൽ ഇസ്രായേൽ പ്രത്യാക്രമണം നടത്തിയത്. പലസ്തീന ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചാണ് ഹൂതികൾ ഇസ്രായേലിനെ ആക്രമിക്കുന്നത്. അതിനിടെ ഗസയിൽ ഹമാസ് നടത്തിയ ആക്രമണത്തിൽ 3 ഇസ്രായേലി പട്ടാളക്കാർക്ക് പരിക്കു പറ്റിയിരുന്നു. ഇസ്രായേൽ നടത്തുന്ന വംശഹത്യയ്ക്ക് മറുപടിയായാണ് ആക്രമണമെന്ന് ഹമാസ് പറഞ്ഞു. പലസ്തീന് പൂർണ്ണമായ അവകാശം തിരികെ ലഭിക്കുന്നതുവരെ പോരാട്ടം തുടരുമെന്നും ഹമാസ് വ്യക്തമാക്കി. ഗസയിൽ കൂട്ടക്കൊല തുടരുമ്പോഴും ഹമാസിന് ജനങ്ങളുടെ പിന്തുണ തുടരുന്നു. ഇസ്രായേലും പരോക്ഷമായി ഇത് അംഗീകരിക്കുന്നുണ്ട്. യുദ്ധം ഇസ്രായേൽ സൈന്യത്തിന് കനത്ത നാശമാണ് ഉണ്ടാക്കുന്നത്. ഇതോടെ സൈന്യത്തിൽ ചേരാൻ ഇസ്രായേലിന് ആളെ കിട്ടാത്ത സാഹചര്യമാണുള്ളത്. നിരവധി റിസർവ് സൈനികർ ഗസയിലേക്ക് സൈനിക സേവനത്തിന് വിസമ്മതിച്ചിട്ടുണ്ട്. 100 കണക്കിന് സൈനികർ തങ്ങളുടെ കമാൻഡർമാരെ അറിയിക്കാതെ വിദേശത്തേക്ക് കടന്നതായും റിപ്പോർട്ടുകൾ പറയുന്നു. യുദ്ധമുണ്ടാക്കിയ സാമ്പത്തിക നഷ്ടം ഇസ്രായേലിന്റെ അടിത്തറ ഇളക്കിക്കഴിഞ്ഞു. യുദ്ധം തുടങ്ങും മുമ്പ് ഓരോ മാസവും 3 ലക്ഷത്തിലധികം സന്ദർശകർ ഇസ്രായേലിൽ എത്തിയിരുന്നു. ഇപ്പോൾ ഇത് ഏതാണ്ട് പൂജ്യമായിരിക്കുന്നു. വിമാന കമ്പനികൾ ടെൽ അവീവിലേക്കുള്ള അവരുടെ ഭൂരിഭാഗം ഫ്ലൈറ്റുകളും റദ്ദാക്കുകയോ താൽക്കാലികമായി നിർത്തിവെക്കുകയോ ചെയ്തു. അടുത്തിടെ നടത്തിയ സർവേയിൽ 45% പൊതുജനങ്ങളും ഈ യുദ്ധത്തിലോ യുദ്ധം അവസാനിച്ചതിന് ശേഷമോ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ തങ്ങളെ കാത്തിരിക്കുന്നുവെന്ന് ഭയപ്പെടുന്നതായി കണ്ടെത്തിയിട്ടുണ്ട്. അതിനാൽ തന്നെ യുദ്ധം അവസാനിപ്പിക്കാൻ ഇസ്രായേൽ തയ്യാറാവാനുള്ള സാധ്യതയാണ് ഉയർന്നു നിൽക്കുന്നത്. പലസ്തീൻ ഐക്യം സംബന്ധിച്ച ബെയ്ജിംഗ് പ്രഖ്യാപനം ഏറെ ശ്രദ്ധ നേടി. പലസ്തീനിലെ പ്രബല ശക്തികളായ ഫതക്കും ഹമാസും ഒറ്റ കുടക്കീഴിലെത്തിയെന്നതാണ് ഇതിന്റെ പ്രത്യേകത. ലോകശക്തിയായ ചൈനയുടെ നേതൃത്വത്തിലാണ് ഇരു ഗ്രൂപ്പുകളും ഒരുമിച്ചത്. ലോക രാഷ്ട്രീയത്തിൽ എങ്ങനെ ഇടപെടണമെന്ന ചൈനീസ് തന്ത്രം രാജ്യങ്ങളെ അമ്പരപ്പിക്കുക തന്നെ ചെയ്തു. പലസ്തീനിലെ പ്രബല ശക്തികളാണ് ഹമാസും ഫതക്കും. 2006 സംഘർഷങ്ങൾക്ക് ശേഷം ബദ്ധവൈരികളായി മാറിയ 2 സംഘടനകൾ. 2007 മുതൽ ഗസയുടെ പൂർണ്ണ നിയന്ത്രണം ഹമാസിനാണ്. വെസ്റ്റ് ബാങ്കിന്റെ നിയന്ത്രണം ഫതക് നയിക്കുന്ന പലസ്തീൻ അതോറിറ്റിക്കും. യുദ്ധം കൊടുമ്പിരി കൊണ്ടപ്പോഴും പലസ്തീനിൽ രക്തപ്പുഴ ഒഴുകിയപ്പോഴും ഒരുമിക്കാത്തവരെയാണ് ചൈന പരസ്പരം ഒരുമിപ്പിച്ചത്. ബെയ്ജിംഗ് പ്രഖ്യാപനം കഴിഞ്ഞു. ഇനി എന്തെന്നാണ് ലോക രാഷ്ട്രീയം ഉറ്റുനോക്കുന്നത്.